ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്ന അതേ സമയം തന്നെ രേവതി അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, മോളെ രേവതി, നീ ഇത് എങ്ങോട്ടേക്കാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതിക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ അടുക്കളയിൽ ചെയ്തു കൊടുക്കേണ്ട അച്ഛൻ, ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി പറയുകയാണ്, നീ എങ്ങോട്ടേക്കും പോകണ്ട, ഇന്നൊരു ദിവസത്തേക്ക് നിനക്ക് റെസ്റ്റാണ്, ഇന്നത്തെ കാര്യങ്ങളെല്ലാം തന്നെ അമ്മയും മരുമോളും കൂടെ അവിടെ നിന്ന് ചെയ്തോളും, നീ പൊക്കോളാനായിട്ട് രവി രേവതിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയാകട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിന് മുന്നോടിയായി തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെപ്പിക്കുന്നുണ്ട് ചന്ദ്ര. അതിന് ശേഷം എല്ലാവർക്കും വേണ്ടിയുള്ള പച്ചക്കറികൾ ഒരുക്കുകയും അതുപോലെ അതെല്ലാം ഉണ്ടാക്കിയൊക്കെ ചെയ്തതിന് ശേഷം ശ്രുതി ഉപ്പിടാൻ ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്ര വേഗം കൈ കൊണ്ട് തടയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത്, മോളെ ശ്രുതി, നീ ഉപ്പിടാത്ത ഭക്ഷണം വേണം കഴിക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ നിനക്കുള്ള കറി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതിലേക്കായിട്ട് ഫുള്ളായിട്ട് ഉപ്പിട്ട് പാകം നോക്കി മാറ്റി വെക്കണം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. പിറ്റേന്ന് നേരം പുലർത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ രേവതി മുറ്റത്ത് കോലം വരയ്ക്കാനുള്ള പാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, മോളെ രേവതി, ഇന്ന് എൻ്റെ വൈകിയാണ് എഴുന്നേറ്റത് എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല അച്ഛൻ, ഞാൻ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു, പക്ഷേ കോലം വരയ്ക്കാനായിട്ട് അമ്മ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്ന ഉടനെ തന്നെ, അച്ഛൻ എനിക്കിന്ന് രാവിലെ എന്നൊരു ഓട്ടോ ഉണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, മോനെ സച്ചി, നീ അങ്ങനെ പോകാൻ പാടില്ല, വീട്ടിൽ കോലം വരച്ചതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ, നിനക്ക് അറിയാൻ പാടില്ലേ എന്ന് പറയുമ്പോഴാണ് കേട്ടോ നമ്മുടെ സച്ചി രേവതി കോലം വരച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ കാലത്ത് തന്നെ എഴുന്നേറ്റ് കോലം വരയ്ക്കുന്ന ആളല്ല, പക്ഷെ ഇന്നെന്താ പറ്റിയത്, എനിക്ക് ഓട്ടം പോകാനുള്ള, ഞാനിപ്പോൾ വൈകിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയോടായിട്ട് ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയുടെ ഞാൻ രാവിലെ തന്നെ കോലം വരയ്ക്കേണ്ടി വന്നതാണ്, പക്ഷേ എന്നോട് കോലം വരയ്ക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്നോട് പിടിച്ചു നിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശ്രുതി എഴുന്നിട്ട് പോകുന്നതിൻ്റെ തൊട്ടുപുറകെ തന്നെ ശ്രുതിയും പിന്നാലെ വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ശ്രുതി പറയുന്ന, ആൻറ്റി എനിക്ക് വയ്യ ആൻറ്റി, ഇത്ര നേരത്തെ എന്തിനാ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, മോള് ശ്രുതി, നീയാണ് ഇന്ന് കോലം വരയ്ക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി അടക്കം എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ, പാർലർ അടുത്ത് വരെ ഞെട്ടിപ്പോയി, അവർക്ക് കോലൊന്നും വരയ്ക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, അമ്മയും അച്ഛനാണെങ്കിൽ പുറത്തേക്കൊന്നും മാത്രമല്ല സച്ചി, അതിന് ഓട്ടം പോകാനുള്ള ഞാൻ വേഗം വരച്ചോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഓ നീ ഒന്നും മിണ്ടാതിരുന്നാൽ മതി എൻ്റെ രേവതി, ഇന്ന് കോലം വരയ്ക്കുന്ന ശ്രുതിയാണ്, അവൾക്ക് നന്നായിട്ട് കോലാക്ക് വരയ്ക്കണം, അവൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ വേഗം ചെയ്ത് തീർത്തോളും എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്ന സമയത്ത്, ആൻറ്റി എനിക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്ര പറയുകയാണ്, മോളെ വ്രതം നോക്കുന്ന 45 ദിവസവും നീ തന്നെ കോലം വരയ്ക്കണം, എന്നാൽ മാത്രമേ ആ ഒരു വ്രതത്തിന് പൂർണ്ണമാവുകയുള്ളൂ, അതുകൊണ്ട് നീ തന്നെ കോലം വരയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കൊണ്ട് നിർബന്ധിച്ച് എന്നെ കോലം വരപ്പിക്കാണ്ടോ. കോലം വരച്ചു തുടങ്ങിയിട്ട് ശ്രുതിക്ക് വരയ്ക്കാനും അറിയില്ല, ഒന്നും ചെയ്യാനും അറിയില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 വരകളൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛാ രേവതി വരയ്ക്കുമ്പോൾ ഒരു കോലം, ഇത് ദേ പേക്കോലം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ ശ്രുതിനോടായിട്ട് സച്ചി പറയുന്നുണ്ട്, ശ്രുതി നീ എന്താ ഇങ്ങനെ നിൽക്കുന്നു, നിന്റെ ഭാര്യയെ സഹായിക്കാൻ കൂടിടാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതിനോടായിട്ട് വരയ്ക്കാനായിട്ട് നമ്മുടെ സച്ചി പറയുന്ന നേരത്തെ, അതിനിപ്പോൾ എന്താ, ഞാൻ എൻ്റെ ഭാര്യയെ സഹായിക്കാമല്ലോ, ഇതൊക്കെ വളരെയധികം ഈസി അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി വേഗം തന്നെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ പൊടി മേടിച്ചിട്ട് വരയ്ക്കാൻ തുടങ്ങുകയാണ്. വരച്ച് തുടങ്ങുമ്പോഴത്തേനും വരയൊക്കെ വളഞ്ഞു പോവുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ആ തറയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, വരയൊക്കെ നേരെ പോകുന്നില്ലല്ലോ, ആ സ്കെയിൽ എടുക്കണോ എന്നിട്ടൊന്ന് വരച്ച് നോക്കിയാലോ എന്നൊക്കെയാണ് ശ്രുതി പറയുന്ന സമയത്ത്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ആ ജോമെട്രി ബോക്സോട് കൂടി എടുത്തോണ്ട് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വരകളും കോമ്പസും വെച്ചൊക്കെ വരച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറയുന്ന സമയത്ത്, അതൊരു നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. പെട്ടെന്ന് രേവതി പറയാണ്, അമ്മ ഇവർക്കിത് വരയ്ക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു, ഞാൻ നല്ല രീതിയിൽ തന്നെ വേഗം വരച്ച് തീർക്കട്ടെ, എന്നിട്ട് വേണം ഇവർക്ക് പോകാനെന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര ഒരു കാരണവശാലും വിടുന്നില്ല കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, പറ്റില്ല, ഇത് പൂർണ്ണമായി ശ്രുതി തന്നെ ചെയ്തു തീർക്കും, അവൾ നല്ല രീതിയിൽ തന്നെ കോലം വരയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയം ഞാൻ സച്ചി പറയുകയാണ്, ഈ കോലം വരയ്ക്കുന്നത് നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പോക്ക് നടക്കുകയില്ല, മാത്രമല്ല ഇന്ന് വരുന്നവൾ ഈ കോലം കണ്ടിട്ട് ഇത് എന്ത് കോലമാണെന്ന് പറഞ്ഞിട്ട് പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ശ്രുതി കോലം എന്ന് പറയാൻ പറ്റില്ല, അരിമാവ് കൊണ്ട് എന്തൊക്കെയോ വരച്ച് വെച്ചേക്കുന്നു. ഇത് കാണുന്ന സമയത്ത് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, മോള് വരച്ചേക്കുന്ന കോലം കാണാൻ എന്ത് ഭംഗിയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വേഗം തന്നെ രവി പറയുന്നുണ്ട്, കോലം എന്നെ കൊണ്ടൊന്ന് പറയിക്കാൻ നിൽക്കുന്നത് ചന്ദ്രേ, ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടോ. തൊട്ടുപുറകെ തന്നെ രേവതിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതിയോടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, 5 കുറ്റി പൊട്ടി തീർക്കാനുള്ള പൊടിയാണ് നീ ഇവിടെ തറയിലിട്ട് വരച്ച് തീർത്തേക്കുന്നത്, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ശ്രുതിയെ സമാധാനിപ്പിക്കട്ടെ, സാരമില്ല ശ്രുതി, നമ്മൾ കാലം മാറുന്നതിൻ്റെ കോലം മാറണമെന്ന് കേട്ടില്ല, അതുപോലെ തന്നെ പണ്ടത്തെ കോലത്തിൻ്റെ രീതിക്കൊന്നും അല്ല, ഇപ്പം ന്യൂജൻ കോലമാണെന്ന് ആരെങ്കിലും കരുതിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ശ്രുതിനെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ വർഷയും ശ്രീകാന്തും വളരെ ആസ്വദിച്ച് തന്നെ പൂരിയും മസാലയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടുതൽ തന്നെ രേവതിയോട്ട് പറയുന്നുണ്ട്, രേവതി ചേച്ചി എന്തൊക്കെ പറഞ്ഞാൽ രേവതി ചേച്ചിയുടെ ഫുഡ് എന്ന് പറഞ്ഞത് വേറെ ലെവലാണ്. രേവതി ചേച്ചിക്ക് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ബിസിനസ്സിൽ പച്ച പിടിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് വർഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വന്നുടനെ തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല, രേവതി ചേച്ചി കൈപ്പുണ്യത്തെക്കുറിച്ച് പറയുകയായിരുന്നു. രേവതി ചേച്ചി റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെയധികം മുന്നോട്ട് പോകുന്നതായിരിക്കുമെന്നൊക്കെയാണ് വർഷ പറയുന്ന സമയത്ത്, പിന്നെ ഇവളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണ രീതിയെ പറ്റി ആരും ഒന്നും പുകഴ്ത്തി പറയുകയൊന്നും വേണ്ട. ഇവളുടെ കെട്ടിയതിന് ഇതെങ്ങാനും കേട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു വണ്ടിയുടെ പുറകിൽ ഒരു ബോക്സും കെട്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിൽക്കാനായിട്ട് ഇവള് വിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ കളിയാക്കി സംസാരിക്കുകയാണ്. ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. രവി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്, എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി ചേച്ചിയുടെ കൈപ്പുണ്യത്തെക്കുറിച്ച് പറയുകയായിരുന്നു എന്ന് നമ്മുടെ വർഷ മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, ഇവർക്ക് എന്ത് കൈപ്പുണ്യത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുമ്പോഴത്തേക്കും രവി പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും കളിയാക്കുമൊന്നും വേണ്ട, രേവതി മോൾ വെക്കുന്ന ഭക്ഷണത്തിന് വേറൊരു ടേസ്റ്റ് തന്നെ. രേവതി മോൾ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്ന സമയത്ത്, ഇവൾ വന്നേക്കാളും മുന്നേ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടില്ല, അത് ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ലേ നിങ്ങൾ കഴിച്ചേക്കുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത്, അതെന്റെ ഗതികോട് കൊണ്ട് കഴിച്ചതല്ലേ ചന്ദ്ര എന്ന് രവി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ രേവതിനെ പൊക്കി പിടിച്ച് സംസാരിക്കുന്നൊന്നും ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ആ ഒരു സമയം തന്നെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രുതിയും വരുന്നത്. വന്ന ഉടനെ തന്നെ ഇവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരും എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാറുള്ളത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഭക്ഷണം കഴിക്കാനായിട്ട് ആരും വിളിക്കേണ്ട കാര്യമല്ല, സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്ന് കഴിച്ചാൽ മതിയെന്ന് രവി മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്, നല്ല പൂരി മസാലയുടെ മണം പുറത്ത് വരെ കേൾക്കാം, എന്തായാലും ഭക്ഷണം കഴിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കുന്ന നേരത്താണ് തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും കാണുന്നത്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, ആരും ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയുടെ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത്, ഞാനൊരു കാര്യം പറയും, ഇവിടെ ചിലരൊക്കെ വ്രതം എടുക്കുന്നില്ലേ, ഇതേ പാർലറുടെ അടുത്ത് വ്രതം എടുക്കുന്നതാണ്, ഈ ഒരു സമയത്ത് ഇങ്ങനെ പൂരി മസാല ഒന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് ചന്ദ്രയെ ഓർക്കുന്നത് കേട്ടോ. വേഗം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പൂരി മസാല ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ എന്ന് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞതിന് ശേഷം ശ്രുതിനോട് അവിടെ നിന്ന് എഴുന്നേൽക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്ര ഭക്ഷണം കഴിക്കുന്നതിന് പാതി വഴിയിൽ വെച്ച് ഒരാളെ എഴുന്നേൽപ്പിച്ച് വിടുന്നത് പാപമാണ് എന്ന് പറയുന്ന സമയത്ത്, വ്രതം നോക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചാൽ അത് പാപമാണ് രവിയേട്ട, അതുകൊണ്ട് തന്നെ ശ്രുതി നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കാട്ടെ, നിനക്ക് ഉപ്പില്ലാത്ത കഞ്ഞി ഇതേ രേവതി ഉണ്ടാക്കി തരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നീട് സച്ചി പറയാണ് കേട്ടോ, അതങ്ങനെ ശരിയാവും, വ്രതം നോക്കുന്ന ആൾ തന്നെ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇങ്ങനെ രേവതി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന സമയത്ത് രവി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കാരണം രവിക്ക് മനസ്സിലായി നമ്മുടെ സച്ചി ശരിക്കും ശ്രുതിക്കിട്ട് ഒരു കൊട്ട് കൊടുക്കുന്നതാണെന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ സച്ചി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, വ്രതം നോക്കുന്ന ആളെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്നാളെ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ മോളെ ശ്രുതി നീ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ നോക്കിയെന്ന് പറയുമ്പോഴത്തേക്കും, വേണ്ട ഞാനിന്ന് രാവിലെ തൊട്ട് വ്രതമാണ്, എനിക്ക് നീ ഭക്ഷണമൊന്നും വേണ്ട എന്ന് വളരെ ദേഷ്യത്തോട് തന്നെ സച്ചിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്നെ പറയാണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, വ്രതം പൂർണ്ണ അവസ്ഥയിൽ തന്നെ പരിപൂർണമാവുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി വഴക്കിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ റൂമിലേക്ക് വെക്കോ, ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് വേഗം വരാമെന്നും പറഞ്ഞുകൊണ്ട് കഴിക്കാനൊരുങ്ങുന്ന സമയത്ത് സച്ചി വേഗം എന്ന് പറയുന്നുണ്ട്, സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും, എന്താ സച്ചിയുടെ ഇങ്ങനെ വണ്ടിക്കാരോട് പറയുന്നത് സ്റ്റോപ്പ് പറയുന്ന കാര്യം എന്താണെന്ന് പറ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, എടാ ശ്രീകാന്ത്, ഭാര്യ വ്രതം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവ് കഴിക്കുന്ന അത്ര നല്ല ശീലമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട്, അതിന് ശ്രുതി വ്രതം എടുക്കുന്നത് ഞാനെന്തിനാ പട്ടിണി ഇരിക്കേണ്ട കാര്യം, ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് ശ്രുതി പറയുന്ന സമയത്ത്, അതെങ്ങനെ ശരിയാവും രേവതി നീ തന്നെ പറഞ്ഞാൽ വ്രതം എടുത്തിരിക്കുന്ന സമയത്ത് നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതെങ്ങനെ സച്ചേട്ടൻ തോന്നുന്നത്, സച്ചേട്ടൻ ഭക്ഷണം കഴിക്കാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല എന്ന് രേവതി പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, ഞാൻ ഏകാദശി വ്രതം എടുത്ത സമയത്ത് സച്ചേട്ടൻ എൻ്റെ കൂടെ വ്രതം എടുക്കാൻ കൂടിയില്ലേ, അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് രേവതി പറയുന്ന സമയത്ത്, അതാണ് സ്നേഹം, ഭർത്തൃഭാര്യ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തന്നെയാണ്, അപ്പോൾ ഒരാൾ വ്രതം എടുത്തു കഴിഞ്ഞാൽ മറ്റേ ആളും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന പൂരി കാണുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ കൺട്രോൾ വിട്ടുപോട്ടെ. ശ്രുതി പറയുന്നുണ്ട്, എന്നെ കൊണ്ടെങ്കിലും അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഞാൻ എന്തായാലും പൂരി കഴിക്കും എന്നൊക്കെയാണ് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി വാഷ് ബേസിന് കൈ കഴുകാൻ നിൽക്കുന്നുണ്ട്. ആ ശ്രുതി ഇങ്ങനെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ടേക്ക് അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് നിന്റെ ഭാര്യ വ്രതം എടുത്ത് കഴിഞ്ഞാൽ നീ ഭക്ഷണം കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല സച്ചേട്ടാ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുകയില്ല എന്ന് ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. അതാണ് ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം മോളെ, പക്ഷേ നീ പറ, നീ നിന്റെ ഭർത്താവ്
ഭക്ഷണം കഴിക്കാതെ നീ ഭക്ഷണം കഴിക്കില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കും, വയറ് വേറെ വ്രതം വേറെ എന്ന് നമ്മുടെ വർഷ പറയുമ്പോഴത്തേക്കും ആഹാ കൊള്ളാലോ, ഞാനും പട്ടിണി കിടന്നാൽ നീ ഭക്ഷണം കഴിക്കുമല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വർഷ പറയുകയാണ്, അതിനിപ്പോൾ എന്താണ് ശ്രീകാന്ത്, വിശന്നിരിക്കുമ്പോൾ കഴിക്കാനുള്ളതല്ലേ ഭക്ഷണം, അത് കഴിക്കേണ്ട സമയത്ത് തന്നെ കഴിക്കണമെന്ന് നമ്മുടെ വർഷ മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിക്കാകട്ടെ ഒരു കൊട്ടുകൊണ്ട അവസ്ഥയായിട്ട്, കാരണം എങ്ങനെയെങ്കിലും നമ്മുടെ സുധീനെ ഇവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടാനായിട്ടുള്ള ഒരു സൂത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി. എന്നാൽ വർഷയുടെ ആ വായിൽ നിന്ന് വീണ ആ വാക്കിൽ നിന്ന് തന്നെ സച്ചി തൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റിയല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.